Bosco Campus Vision. This is Rani, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. The last class we discussed the problem relating to inter-department transfer of departmental accounting at a cost price. Today we are going to discuss another problem relating to inter-department transfer at a market price or selling price. Today's question is this: a trading business has three departments X, Y and Z. Expenses which are not directly charged against the departments are to be apportioned in proportion to sales, including inter-department sales. From the following data, prepare columnar trading and profit and loss account showing the trading result of each department. Items: stock X 12,800, 3,600, 1,250 for Z. Stock closing stock 15,300 for X, 2,700 for Y, 2,100 for Z. Sales excluding departmental sales 1,86,100 for X, 82,200 for Y, 93,500 for Z. Purchases excluding department purchases 35,400 for X, 12,300 for Y, 9,500 for Z. Wages 17,200 for X, 8,150 for Y, 7,100 for Z. Bad debts 1,500 for X, 900 for Y, 1,200 for Z. Other expenses: management salaries 12,000, insurance 2,400, printing and stationery 1,600, advertising 3,600, rent rates and taxes 11,600, postage and telegram 1,000, general expenses 4,000, depreciation 6,000. All these expenses are apportioned on the basis of sales. Okay, sales ratio. Inter-departmental sales are department X to Y 7,500, department X to Z 6,400, department Y to X 9,200, department Y to Z 8,600, department Z to X 6,500. The entire goods from the inter-department transfer are sold by the end of the year. Then second step is to calculate the calculation of total sales and sales ratio. Calculation of total sales and sales ratio. Okay. Then sales given in each department. 1,86,100 for department X, 82,200 for department Y, then 93,500 for department Z, 93,500 for Z. Then inter-department transfer, അതായത് നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തത് വഴിയുള്ള ആ സെയിൽസ് ആണ്. 13,900 for X, 17,800 for Y, 6,500 for Z. ഓക്കെ, അപ്പോൾ അതെല്ലാം കൂടി ടോട്ടൽ ചെയ്തപ്പോൾ നമുക്ക് ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് X 3 lakh, ഡിപ്പാർട്ട്മെന്റ് Y 1 lakh, ഡിപ്പാർട്ട്മെന്റ് Z 1 lakh ആണ്. അപ്പോൾ അതിനെ നമ്മൾ പ്രൊപ്പോർഷൻ റേഷ്യോ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പം സെയിൽസ് റേഷ്യോ എല്ലാത്തിൻ്റെ 5 zeros ക്യാൻസൽ ചെയ്ത് 2:1:1. ഓക്കെ, 2:1:1. ഓക്കെ, സെയിൽസ് റേഷ്യോ ഈസ് ഈക്വൽ ടു X, Y, Z. X, Y, Z ആണ് എന്താണ് സെയിൽസ് റേഷ്യോ എന്ന് പറയുന്നത് 2:1:1. 2:1:1. സെയിൽസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2:1:1. Then we are going to prepare departmental trading and profit and loss account. First we prepare statement showing the calculation of inter-departmental sales. എന്താണ് നമ്മുടെ ടോട്ടൽ ഇന്റർ-ഡിപ്പാർട്ട്മെന്റ് സെയിൽസ് എത്രയാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ആ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്. ഫസ്റ്റ് ഒരു പർട്ടിക്കുലർ കോളം, ദെൻ 3 ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. ഡിപ്പാർട്ട്മെന്റ്സ് നെയിമിൽ ഡിപ്പാർട്ട്മെന്റ് X, Y ആൻഡ് Z ആണ്. ഓക്കെ, അതിനെ തന്നെ നമ്മൾ 2 കോളമായിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നോക്കിയാൽ പർച്ചേസസ് ആൻഡ് സെയിൽസ്, പർച്ചേസസ് ദെൻ സെയിൽസ്, പർച്ചേസസ് ദെൻ സെയിൽസ്. ഓക്കെ, അതായത് ഒരു ഡിപ്പാർട്ട്മെന്റ് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കുമ്പോൾ കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം സെയിൽസും അത് കിട്ടുന്ന ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അത് എന്തായിരിക്കും? പർച്ചേസസും ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മളിവിടെ 2 കോളം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, ട്രാൻസ്ഫർ ഫ്രം X to Y, ട്രാൻസ്ഫർ ഫ്രം ഡിപ്പാർട്ട്മെന്റ് X to ഡിപ്പാർട്ട്മെന്റ് Y ആണ്. ഓക്കെ, അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് Xൽ നിന്നും ആർക്ക് പ്രൊവൈഡ് ചെയ്യാണ്? Yക്ക്. അപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം സെയിൽസും അത് റിസീവ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം പർച്ചേസും ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കിയേ 7,500 rupeesന്റെ ഗുഡ്സ് ആര് ട്രാൻസ്ഫർ ചെയ്തു? X ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്തപ്പോൾ അത് സെയിലായിട്ട് അസ്യൂം ചെയ്തു. അത് ആർക്കാണ് കിട്ടിയത്? Yക്കാണ് കിട്ടിയത്. അപ്പോൾ Yയെ സംബന്ധിച്ചിടത്തോളം അത് പർച്ചേസ് ആയിട്ട് കൺസിഡർ ചെയ്തു. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം തന്നെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ട്രാൻസ്ഫർ ഫ്രം ഡിപ്പാർട്ട്മെന്റ് X to Z ആണ്.
എക്സിൽ നിന്ന് ഇസഡിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തത്. അപ്പോൾ എക്സിനെ സംബന്ധിച്ചിടത്തോളം സെയിൽസ് ആണ് 6400 രൂപയുടെ 6400 റുപ്പീസിന്റെ ഗുഡ്സ് ആണ് ട്രാൻസ്ഫർ ചെയ്തത്. ഇസഡിനെ സംബന്ധിച്ചിടത്തോളം പർച്ചേസ് ചെയ്തതിന് തുല്യമാണ്. അത്രയും ഗുഡ്സ് കിട്ടി 6400. ഓക്കെ, ദെൻ ദ ട്രാൻസ്ഫർ ഫ്രം ഡിപ്പാർട്ട്മെന്റ് വൈ ടു എക്സ് ആണ്. വൈയെ സംബന്ധിച്ചിടത്തോളം സെയിൽസ് ആണ്. എക്സിനെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്? റിസീവ്ഡ് ആണ്, ദാറ്റ് മീൻസ് പർച്ചേസസ് ആണ്. വൈയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സെയിലിൽ എഴുതി, എക്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? പർച്ചേസ് ആയിട്ട് എഴുതി. ദെൻ അടുത്തൊന്നൊക്കെ ട്രാൻസ്ഫർ ഫ്രം ഡിപ്പാർട്ട്മെന്റ് വൈ ടു ഇസഡ് ആണ്. വൈയെ സംബന്ധിച്ചിടത്തോളം സെയിലാണ്. വൈയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സെയിൽ ചെയ്തു, 8600 റുപ്പീസിന് സെയിൽ നടത്തു. ഇസഡിനെ സംബന്ധിച്ചിടത്തോളം അത് പർച്ചേസ് ചെയ്തതിന് തുല്യമാണ്, 8600 പർച്ചേസ് ചെയ്തു. ദെൻ ട്രാൻസ്ഫർ ഫ്രം ഡിപ്പാർട്ട്മെന്റ് ഇസഡ് ടു എക്സ് ആണ്. ഇസഡിനെ സംബന്ധിച്ചിടത്തോളം സെയിലാണ്, എക്സിനെ സംബന്ധിച്ചിടത്തോളം പർച്ചേസ് ആണ് 6500. കണ്ടോ, 6500 പർച്ചേസ് കോളത്തിൽ എഴുതി. അതുപോലെ ഡിപ്പാർട്ട്മെന്റ് ഇസഡിനെ സംബന്ധിച്ചിടത്തോളം സെയിൽ കോളത്തിൽ എഴുതി. ഇതെല്ലാം നമ്മൾ സമപ്പ് ചെയ്തു. അത്ര മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. ഇത് ടോട്ടലി ചെയ്തു 15700 ആണ്. പിന്നെ സെയിൽ കോളം 13900 ആണ്. ഈ ഡിപ്പാർട്ട്മെന്റ് വൈയെ സംബന്ധിച്ചിടത്തോളം 7500 പർച്ചേസസ് ഉണ്ട്, സെയിൽസ് 17800 സെയിൽസ് ഉണ്ട്. അതുപോലെ ഇസഡ് 15000 ടോട്ടൽ ഫോർ പർച്ചേസസ്, 6500 ഫോർ സെയിൽ. ഓക്കെ, ഡിപ്പാർട്ട്മെന്റ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. ഓക്കെ, ഡിപ്പാർട്ട്മെന്റ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st March 2017. ഡിപ്പാർട്ട്മെന്റ് എക്സ് വൈ ഇസഡ് ഡെബിറ്റ് ഡെബിറ്റ് സൈഡ്, then credit side. Okay, first item to opening stock ആണ്. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഫസ്റ്റ് ഐറ്റം ടു ഓപ്പണിംഗ് സ്റ്റോക്ക് 12800, 3600, 1250. ഓക്കെ, then purchases 35400, 12300, 9500. ഇത് ആക്ച്വലി നമ്മുടെ ക്വസ്റ്റിൽ ഡയറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്ന പർച്ചേസസ് ആണ്. ദെൻ ഇന്റർ ഡിപ്പാർട്ട്മെന്റ് പർച്ചേസസ് നമ്മൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ ചെയ്തപ്പോൾ കണ്ടുപിടിച്ച പർച്ചേസസ് ആണ്. ഡിപ്പാർട്ട്മെന്റ് എക്സ് 15700, വൈ 7500, ഇസഡ് 15000. ദെൻ ഡയറക്റ്റ് വേജസ് 17200, 8150, 7100 ഫോർ ഇസഡ്. അതായത് ഡിപ്പാർട്ട്മെന്റിലേക്ക് എഴുതി കൊടുത്തു, അത്രേ ചെയ്തുള്ളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കിയേ, ബൈ സെയിൽസ് 1,86,100, for Y 82,200, for Z 93,500. Then ഇന്റർ ഡിപ്പാർട്ട്മെന്റ് സെയിൽസ് അത് നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ കണ്ടുപിടിച്ച ഫിഗർ തന്നെയാണ്. 13,900, 17,800, 6,500. Then closing stock directly given in the question 15,300, 2,700, 2,100. Then total എല്ലാം ഡെബിറ്റ് ക്രെഡിറ്റ് ബാലൻസ് ആണ്. 2,15,300 for total X, 1,02,700 for Y, 1,02,100 for Z. ആ സെയിം ഫിഗർ നമ്മൾ ഇപ്പോൾ എഴുതി. ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ 1,34,200 for department X, Y 71,150 for Y, 69,250 for Z. Then gross profit brought down ചെയ്തു 1,34,200, 71,150, then 69,250. That means gross profit brought down ചെയ്ത ഫിഗർ ആണ്. ഓക്കെ, ദെൻ ഐറ്റംസ് നോക്കിയേ, നമുക്കറിയാം ഇവിടെ 1-2 ഐറ്റംസ് ഒഴിച്ച് ബാക്കി എല്ലാം തന്നെ സെയിൽസിൻ്റെ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തതാണ്. മാനേജർ സാലറീസ് നമ്മൾ 2:1:1 പ്രൊപ്പോർഷൻ എല്ലാം ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, 6,000, 3,000, 3,000. ദെൻ റെന്റ് ആൻഡ് റൈസ് അതും നമ്മൾ ഏത് പ്രൊപ്പോർഷൻ തന്നെയാണ് 2:2:1 സെയിൽസിൻ്റെ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തതാണ്. 5,800, 2,900, 2,900. ദെൻ ഇൻഷുറൻസ് ആണ് 1,200, 600, 600, 2:1:1 എന്ന പ്രൊപ്പോർഷനിൽ ഡിവൈഡ് ചെയ്തിരിക്കുകയാണല്ലോ. ദെൻ പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം 500, ദെൻ 250, 250. Printing and stationery 800, 400, 400. Then general expenses 2,000, 100, 100. Then advertisement also എന്താണ് apportioned on the basis of sales 1,800, 900, 900. Then bad debts എന്താണ് directly given in the question ആണ് 1,500 for X, 900 for Y, then 1,200 for Z. Then next depreciation ആണ്, this also on the basis of sales ആണ് 3,000, 5,500, 1,500. ദെൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യാൻ നോക്കിയാൽ ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് മാത്രമേ ഉള്ളൂ. ആ ടോട്ടൽ ഹയസ്റ്റ് ഫിഗർ തന്നെയാണ്, അത് രണ്ട് സൈഡിലും എഴുതുന്നു. ദെൻ അക്കൗണ്ട് ബാലൻസ് ചെയ്തപ്പോൾ കിട്ടിയ ഡിഫറൻസ്, ദാറ്റ് ഡിഫറൻസ് ഈസ് ട്രാൻസ്ഫർ ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ദാറ്റ് ഡിഫറൻസ് ഈസ് ട്രാൻസ്ഫർ ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. 1,11,600 for X, 59,700 for Y, 57,500 for Z. ഓക്കെ, ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളത് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. ഓക്കെ, Okay, last portion of that problem is general profit and loss account.
ലാസ്റ്റ് പോർഷൻ ഏതാണ്? ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡ് 31st March 2017. ഓക്കെ, ഇതിൽ എഴുതാൻ മറ്റുള്ള ഐറ്റംസ് ഒന്നും തന്നെ ഇല്ല. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് പ്രോഫിറ്റ് ആൻഡ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ബാലൻസ് ക്യാരി ഫോർവേഡ് ചെയ്തു, ബാലൻസ് ചെയ്തിരിക്കുകയാണ്. വേറെ ഐറ്റംസ് ഒന്നും തന്നെ ഇതിലില്ല ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതാൻ ഈ ക്വസ്റ്റ്യനിലില്ല. ഓക്കെ, അപ്പോൾ നോക്കിയേ, ബൈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആസ് പെർ ഡിപ്പാർട്ട്മെന്റൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. ഡിപ്പാർട്ട്മെന്റ് എക്സ് 1,11,600, ഫോർ വൈ 59,700, ഇസഡ് 57,500. ടോട്ടൽ ഈസ് 2,28,800 ആണ്. 2,28,800 നമ്മൾ ടോട്ടൽ ഇവിടെ എഴുതി. അത് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തു? ടു നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, ഇതാണ് ഈ ഫോമിന്റെ ടോട്ടൽ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2,28,800 ആണ്. ഓക്കെ, dear students, watch and listen the videos carefully and try to work out this problem.